ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ് എക്സലിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ സിമ്പിൾ ഡയഗ്രാം വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഡാറ്റ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇയർ ആൻഡ് പ്രൊഡക്ഷൻ്റെ ഒരു ചെറിയൊരു ഡാറ്റ, വളരെ ചെറിയ വാല്യൂസ് മാത്രം വരുന്ന ചെറിയൊരു ഡാറ്റ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് സിമ്പിൾ ബാർ ഡയഗ്രാം എങ്ങനെ നമുക്ക് എക്സലിൽ കൊടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ദ ഡാറ്റ ഫോർ ഡ്രോയിങ് സിമ്പിൾ ബാർ ഡയഗ്രാം. ഓക്കെ, അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം ആയ കാരണം ഈ ഒരു പ്രൊഡക്ഷൻ്റെ കോളം നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു കോളം മാത്രം ഹെഡിങ് അടക്കം ഞാൻ സെലക്ട് ചെയ്യാണ് കേട്ടോ. ഈ കോളം സെലക്ട് ചെയ്തു. ദെൻ ക്ലിക്ക് ഇൻസേർട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് അതിൽ നിന്ന് കോളം എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. സെലക്ട് ഫസ്റ്റ് ഡയഗ്രാം. ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ഡാറ്റയ്ക്ക് അനുസരിച്ച് ഏതാണോ ആവശ്യം അത് വെച്ചിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യം ഏതാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് ഏത് ടൈപ്പാണ് വേണ്ടത് അത് എടുക്കാനായിട്ട് പറ്റും. ഞാൻ ഫസ്റ്റത്തെ സെലക്ട് ചെയ്തു. ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട് ഒരു ബോക്സിൻ്റെ അകത്തൊക്കെ ആയിട്ട് നമ്മുടെ ഡയഗ്രാം, സിമ്പിൾ ബാർ ഡയഗ്രാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഈ വൈ ആക്സിസിൻ്റെ അവിടെയും എക്സ് ആക്സിസിൻ്റെ അവിടെയൊക്കെ ഇതിൻ്റെ ടൈറ്റിൽസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് കൊടുക്കണം. അത് നമ്മൾ സാധാരണ ഗ്രാഫും ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിലുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 1 2 3 4 എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. എക്സ് ആക്സിസിൻ്റെ അവിടെ ഇയറിന് പകരം അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ അതും കൂടി മാറ്റണം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളൂ. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ആ ടൈറ്റിൽസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിന് രണ്ട് വഴിയുണ്ട്. ഫസ്റ്റത്തെ ഡിസൈനിൽ പോവുക. ഡിസൈനിൽ നമ്മൾ ഇവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ സെലക്ട് ലേഔട്ട് 9 ഫ്രം ചാർട്ട് ലേഔട്ട്സ്. ഓക്കെ, അപ്പോൾ കണ്ടോ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഭാഗങ്ങൾ വന്നു. ഓക്കെ, നമ്മളപ്പോൾ ചെയ്തത് സെലക്ട് ഡിസൈൻ ഫ്രം ചാർട്ട് ടൂൾസ്, സെലക്ട് ലേഔട്ട് 9 ഫ്രം ചാർട്ട് ടൂൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സസ് ടൈറ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള ഭാഗങ്ങൾ വന്നു. അതുപോലെ തന്നെ ഇവിടെ പ്രൊഡക്ഷൻ്റെ മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ടൈറ്റിൽ മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇയർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതുപോലെ ഇവിടെ പ്രൊഡക്ഷൻ, ഇപ്പോൾ നമ്മുടെ ടൈറ്റിൽസ് എല്ലാം ഞാൻ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഇയറിൻ്റെ കാര്യം കൊടുക്കണം അല്ലേ. അതിനായിട്ട് ഈ ഒരു ഡയഗ്രാമിൻ്റെ അകത്ത് തന്നെ ഞാൻ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരും. അതിൽ സെലക്ട് ഡാറ്റ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സെലക്ട് ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്തുള്ള ഹൊറിസോണ്ടൽ ആ ഒരു കാറ്റഗറിയുടെ ഭാഗത്ത് വരുന്ന എഡിറ്റ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു റേഞ്ച് കൊടുക്കാൻ പറഞ്ഞിട്ടൊരു ബോക്സ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഏത് ഇയർ തൊട്ട് ലാസ്റ്റത്തെ ആ ഒരു ഇയർ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയറിൻ്റെ താഴെയുള്ള ഈ ഒരു ഭാഗം, ഇയർ എന്ന് പറയുന്ന ആ ഒരു സെല്ല് വേണ്ട, അതിന് താഴെയുള്ള 2000 തൊട്ട് 2003 വരെയുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും ഈ ഒരു ബോക്സ് വരും, ഈ ഒരു വിൻഡോ വരും. അത് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2000, 2001, 2002, 2003 എന്ന് പറഞ്ഞിട്ട് താഴെ ഇയർ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഏകദേശം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയി. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണം, ഈ ഒരു ടേബിൾ ഈ ഒരു ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഓരോ ഇയറിലുള്ള ഈ പ്രൊഡക്ഷൻ്റെ വാല്യൂസ് നമുക്ക് ഇതിൻ്റെ മുകളിലോ സൈഡിലോ എവിടെ വേണമെങ്കിലും കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അതുപോലെ ഈ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു എഴുതിയിരിക്കുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അതിനായിട്ട് നമുക്ക് ലേഔട്ടിൽ ഇപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂസ്, ഇതിൻ്റെ മുകളിൽ ഞാൻ ആദ്യം ചെയ്യുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാറിൻ്റെ മുകളിൽ ഇതിൻ്റെ വാല്യൂസ് കൊടുക്കാം. മുകളിൽ കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ കൊടുക്കാം, എവിടെ വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഈ ബാറിൻ്റെ അവിടെയായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ട് ലേഔട്ടിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലവർ കാണിക്കും എവിടെയാണ് കൊടുക്കേണ്ടത്. അതിന് സെൻറ്ററിൽ വേണോ, ഇൻസൈഡ് എൻഡ് ആണോ, ഔട്ട്സൈഡ് എൻഡ് ആണോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഞാൻ ഔട്ട്സൈഡ് എൻഡ് ആണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് അത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഔട്ട്സൈഡ് എൻഡ് സെലക്ട് ചെയ്തു. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
അവിടെ ആ ഓരോ ബാറിന്റെ മുകളിലും അതിന്റെ വാല്യൂസ് വന്നിട്ടുണ്ട് അല്ലെ. 2000 പ്രൊഡക്ഷൻ എത്രയാണെന്നുള്ളത് ആ ബാറിന്റെ മുകളിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് താഴെയാണ് സെന്ററിലാണോ ആവശ്യമെങ്കിൽ അത് സെലക്ട് ചെയ്താൽ മതി ആ ഒരു ഭാഗത്തിൽ നിന്ന്, ആ ഒരു ബോക്സിന്റെ അകത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഓരോന്നിന്റെയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടേബിൾ ഇതിന്റെ അകത്ത് കൊണ്ടുവരാം. അതിന് എന്ത് ചെയ്താൽ മതി, ലേഔട്ടിൽ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ ടേബിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും. അതിൽ എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടേബിൾ കൊടുക്കേണ്ടത് നമുക്കിവിടെ ടേബിൾ കൊടുക്കാം. ആ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇയർ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, 2000, 2001, 2002, 2003 എന്ന് പറഞ്ഞിട്ട് വരും. അതിന്റെ താഴെ അതിന്റെ പ്രൊഡക്ഷന്റെ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ആ ടേബിൾ അതിന്റെ ഉള്ളിൽ വന്നു. അതുപോലെ തന്നെ ഈ ലേഔട്ടിൽ തന്നെ നമുക്ക് ഇവിടെ ഈ കിടക്കുന്ന പ്രൊഡക്ഷൻ, ഇത് ചിലപ്പോൾ ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം ആയ കാരണം ഒരെണ്ണമേ ഉള്ളൂ. നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഒത്തിരി ലൈൻ ഗ്രാഫ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ലൈനൊക്കെ വെച്ചിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഒരെണ്ണത്തിന്റെ അകത്ത് തന്നെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ പ്രൊഡക്ഷൻ, സെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക, 2-3 വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സൈഡിൽ കൊടുക്കണമെന്നുണ്ടാവില്ല, താഴെ കൊടുക്കാനായിരിക്കും ആവശ്യം ഉണ്ടായിരിക്കുക. ചിലപ്പോൾ ടോപ്പിലായിരിക്കും, എവിടെയാണോ അതിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ കാര്യമാണ് ഈ ലേഔട്ടിൽ ഇവിടെ കിടക്കുന്നത്, ഈ ലെജൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ കിടക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്, സെന്ററിൽ വേണോ, ടോപ്പിൽ വേണോ, താഴെ വേണോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സൈഡ് തന്നെയാണ് നല്ലത്, അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാവുന്നതാണ്.